ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിങ് ആൻഡ് എങ്ങനെ മെയിൽ അയക്കാം, എങ്ങനെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടും എന്നുള്ള വീഡിയോസൊക്കെ. അപ്പോൾ എന്നോട് ഒത്തിരി പേരല്ല, ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യുക ചേച്ചി, എന്തേ അപ്ലൈ ചെയ്തില്ലേ, റിക്വസ്റ്റ് ചെയ്തില്ലേ, ഗിഫ്റ്റ് ഹാമ്പർ ഒന്നും കിട്ടിയില്ലേ, എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ അയച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു കണ്ടന്റ് ആണല്ലോ. ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിങ് വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. വൈ ആക്ച്വലി ഞാൻ ഗിഫ്റ്റ് ഹാമ്പറിന് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടില്ല, ഡാസ്ലറിന് ഒരു മെയിൽ അയച്ചിട്ടില്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. എന്താണ് കാരണം വെച്ചാൽ, ഡാസ്ലറിൻ്റെ പല പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പല പ്രൊഡക്ട്സ് ഇൻ ദ സെൻസ്, ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മളെല്ലാവരും ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്ത ഐലൈനർ ഡാസ്ലറിൻ്റെ തന്നെ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഞാനും അങ്ങനെ തന്നെ. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ എന്ന് പറഞ്ഞാൽ ഡാസ്ലറിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്കെൻ്റെ ഈ ഗിഫ്റ്റ് ഹാമ്പർ വേണ്ടാത്തതെന്ന് ചോദിച്ചാൽ, ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറിൽ അവർ മെയിനായിട്ട് കൊടുക്കുന്നത് ഡാസ്ലറിൻ്റെ 1-2 ഷെയ്ഡ് ലിപ്സ്റ്റിക്കുകളാണ്. ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഈ ലിപ്സ്റ്റിക് ഷെയ്ഡും അതുപോലെ തന്നെ കാജലുമാണ് കിട്ടുന്നത്. പറഞ്ഞല്ലോ, ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിനെ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ചിലർ വിചാരിക്കുന്നുണ്ടാവും വെറുതെ നെഗറ്റീവും പറഞ്ഞ് തള്ളി മറിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെയല്ല. ഈ ലിപ്സ്റ്റിക്കുകളിൽ ഡാസ്ലറിൻ്റെ ഏറ്റവും വൈറലായിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ് 025. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കള്ളത്തരാണെന്ന് വിചാരിക്കേണ്ട, ഞാൻ പ്രൂഫ് കൊണ്ട് തരാം. ഇതാ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള ഷെയ്ഡ് തന്നെയാട്ടോ അത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് പവറാണ്. അത് തന്നെയാണ് ഞാനത് ആദ്യം യൂസ് ചെയ്യാനും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കാനുമുള്ള റീസൺ. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അത് ഇത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നെഗറ്റീവ് പറയുന്നു എന്ന് ചോദിച്ചാൽ, അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടും പറയാം കേട്ടോ. ക്വാളിറ്റി എനിക്ക് ഞാൻ ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലൊക്കെ, ഇപ്പോൾ നവഡേയ്സ് പുറത്ത് പോകുമ്പോൾ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത് തന്നെയാണ്. കാരണം അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് പവർ തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ലിപ്സ്റ്റിക് ഇല്ല. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. അപ്പോൾ സാധാരണ ഞങ്ങൾ പുറത്ത് പോകുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ തന്നെയായിരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ സാധാരണ ഏതെങ്കിലും ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് പിന്നെ ചുണ്ടത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് വിചാരിച്ചു. പിന്നെ റീഅപ്ലൈ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പുറത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ട് പോകുമ്പോൾ എന്താണുള്ളത് അത് തിരിച്ചു വരുമ്പോഴും ഉണ്ടായിക്കോട്ടെ, അത്ര മതി എന്നുള്ള വിചാരിക്കുന്ന ആളാണ്. പോകുന്ന ടൈമിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ വീണ്ടും റീഅപ്ലൈ ചെയ്യുന്ന ഒരാളല്ല. സോ എനിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയായി പോകുമ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വേണം. അതുതന്നെയാണ് എൻ്റെ പ്രിഫറൻസ്. അങ്ങനെയാണ് ഞാൻ ആദ്യവും ഇപ്പോഴും ഒക്കെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എനിക്ക് ഫീൽ ചെയ്ത നെഗറ്റീവ് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം എൻ്റെ ചുണ്ട് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത നല്ല പിങ്ക് കളറുള്ള ലിപ്സൊന്നല്ല, എങ്കിൽ പോലും അങ്ങനെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പായിരുന്നില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ലിപ്സ് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്. ഞാൻ എപ്പോഴും ലിപ്പിനെ മോയ്സ്ചറൈസർ ചെയ്യുന്ന ഒരാളാണ്. കാരണം പണ്ടൊക്കെ എൻ്റെ ഡ്രൈ ലിപ്സ് ആയിരുന്നു. അപ്പോൾ അതിന്ന് ഒരു ചേഞ്ച് വന്നത് അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ എനിക്കത് എപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഡ്രൈ ആവാതിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കൊണ്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും ലിപ് ബാം വെച്ചിട്ട് റിക്കവർ ചെയ്ത് വരികയാണ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ലിപ് ബാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നെഗറ്റീവ് എന്ന് പറയുന്നത് ലിപ്പ് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ട്. അത്ര നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും.
പിന്നെ ഇതിൻ്റെ കളറ് ഇഷ്ടം, ഇത് ഞാൻ പറഞ്ഞല്ലോ 025 എന്നുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഇഷ്ടമുള്ളവരാണ് ഒത്തിരി പേരുണ്ട് കേട്ടോ, അതുകൊണ്ടാണല്ലോ ഇത് വൈറലായത്. ഇത്തിരി ഡാർക്ക് ആൻഡ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വൈറലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിലൊന്നും നെഗറ്റീവൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ലിപ്സിനെ വേറെ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ട്, പല വീഡിയോസിൽ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടെയും പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലായി. വെയിൽ കൊണ്ടിട്ടൊന്നല്ല എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പാണ്. ഈ മഴക്കാലത്തും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്, പിന്നെ ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. ആ 2 റീസൺ കൊണ്ടാണ് എനിക്കിതിൻ്റെ നെഗറ്റീവ്, ഇതിന് ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ആവശ്യത്തിന്, എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് ഉണ്ട്. ഞാൻ അതിന് പുറമെ ഞാൻ റിക്വസ്റ്റ് അയച്ച്, മെയിൽ അയച്ച് റിക്വസ്റ്റ് അയച്ച് അവർ എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലും കിട്ടാൻ പോകുന്ന 2 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്കുകളായിരിക്കും. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്യേണ്ടി വരും. വെറുതെ എനിക്കിഷ്ടമല്ലാത്ത ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ അതിനെ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. പിന്നെ സ്വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് മെയിൽ അയച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചാൻസ് കളഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഞാനും അതിൻ്റെ ഇടയിൽ വന്ന് മെയിൽ അയച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒരാളെ ചാൻസ് കളഞ്ഞിട്ടാവും എനിക്ക് അത് അയച്ചു തരാൻ പോകുന്നത്, കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട. ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിൽ അയച്ച് വാങ്ങിച്ചോട്ടെ. എനിക്കെന്തായാലും എൻ്റെ ആവശ്യത്തിന് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. വേറെ ഷെയ്ഡ്സൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ സ്വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നെസ്റ്റോലും, ഇത് ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നെസ്റ്റോലും എല്ലായിടത്തും, എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടെ എല്ലാ ഷെയ്ഡ്സ് ഓഫ് വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹവും എനിക്കില്ല, സ്വാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാത്തത്. പിന്നെ കാജലിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഐലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാജലിൽ ഞാൻ കംഫർട്ടബിളാണ്. അപ്പോൾ വേറൊരു കാജൽ, അതുകൊണ്ട് ഡാസ്ലറിൻ്റെ ഒരു കാജൽ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഡാസ്ലറിൻ്റെ കാജലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അപ്ലൈ ചെയ്യാത്തത്. എനിക്ക് ആ ഗിഫ്റ്റ് ഹാമ്പർ വേണ്ട, ട്രൈ ചെയ്ത് നോക്കണ്ടെന്ന് വിചാരിക്കാനുള്ള റീസൺ ഇത് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആക്ച്വലി ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജാണ് അല്ലേ, പാക്കേജിങ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ക്യാരി ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് മൈൻഡിൽ വെച്ചിട്ട് മാത്രം വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മിനി ലിപ്സ്റ്റിക്ക്, മിനി ട്യൂബ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ, നിങ്ങളെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആക്കുന്നില്ല, ആ ഷെയ്ഡ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത്രയൊക്കെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ ഷെയ്ഡ് 025 എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ഷെയ്ഡല്ല. ഞാൻ ഒരു പിങ്ക് ലിപ്സ്, ഒരു പിങ്കിഷ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ടെറാക്കോട്ട ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഷെയ്ഡിനോട് എനിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ഞാൻ. എങ്കിലും ഓക്കെയാണ്, ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രം, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം ലോങ് ലാസ്റ്റിംഗ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പക്ഷെ അതൊക്കെ എനിക്ക് അട്ടർ ഫ്ലോപ്പായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അത്യാവശ്യം വില കൊടുത്തിട്ട് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതുവരെ മാത്രമാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനി ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലിപ്പ് പിഗ്മെൻറ്റഡ് ആക്കുന്നില്ലെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. വെറുതെ നമ്മുടെ ബോഡി പാർട്ട് ലോ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കത്തേ ഉള്ളൂ. എല്ലാവരും ചിന്തിച്ച് ആലോചിച്ചിട്ട് മാത്രം ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഗിഫ്റ്റ് ഹാമ്പർ മെയിൽ അയക്കാത്തതും റിക്വസ്റ്റ് ചെയ്യാത്തതും അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാത്തതും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.